ദേശീയ ഗെയിംസ് സർക്കാരിനെയും കൊണ്ടേ പോകൂ എന്ന നിലയിലായപ്പോൾ ഓരോന്നിൽ നിന്നും കൈകഴുകാൻ പുത്തൻ വിദ്യകൾ ക്യാപ്റ്റനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുറത്തെടുക്കുകയാണ്. ഉദ്ഘാടന ദിനത്തിൽ ലാലിസത്തിൽ തുടങ്ങിയ വിവാദം സമാപന ചടങ്ങുകൾ വരെയും അത് കഴിഞ്ഞും നീങ്ങുമെന്നായപ്പോഴാണ് മന്ത്രി ഒരാശ്വാസം കണ്ടെത്തിയത്. സാംസ്കാരികം മുതൽ കായികം വരെ ദേശീയ ഗെയിംസിനായി പ്രവർത്തിക്കുന്ന 2 ഡസനോളം കമ്മിറ്റികളുടെ തലയിൽ ഓരോന്നും കെട്ടിവയ്ക്കുക. അതുകൊണ്ട് ഇനി മുതൽ വരവ് ചെലവ് കണക്കുകൾ ഓരോ കമ്മിറ്റികളും അറിയിക്കുന്നതാണ്. ഓരോ കമ്മിറ്റിയുടെ ചെയർമാൻമാരും നമുക്ക് 16 കമ്മിറ്റികളാണുള്ളതല്ലേ, 22 കമ്മിറ്റി. ആ 22 കമ്മിറ്റിയുടെയും ചെയർമാൻമാർ അവരിതുപോലെ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ വിവക്ഷിക്കുന്നത്. ഈ കമ്മിറ്റിക്കാരിങ്ങനെ കണക്കൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ കോൺട്രവേഴ്സികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ആരുണ്ടാക്കിയ കോൺട്രവേഴ്സി? ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, ഇവിടെ ആർക്കാ കോൺട്രവേഴ്സി? പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾക്ക് കോൺട്രവേഴ്സി ഉണ്ടോ? പാർട്ടിസിപ്പൻറ്റ് സ്റ്റേറ്റിന് കോൺട്രവേഴ്സി ഉണ്ടോ? സെൻട്രൽ കേന്ദ്രഭരണ പ്രദേശത്തുള്ള ആളുകൾക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ഇതുണ്ടോ? ആർക്കാ കോൺട്രവേഴ്സി? 4-5 ആളുകൾക്ക് പത്രപ്രസ്താവനയുടെ കോൺട്രവേഴ്സി. ലെറ്റ് ദം ഡു ഇറ്റ്. അത് പത്രസ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് നടക്കും, അവർ നടത്തിക്കോട്ടെ, നമുക്കൊരു വിരോധമില്ല. അതല്ലാതെ ഞാൻ 10,000-ലധികം പാർട്ടിസിപ്പൻസ്, 3,000-ഓളം വരുന്ന അതിലെ ടെക്നീഷ്യൻസ്, അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ കേരളത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കില്ലേ? അതിലാരാ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ ആളുകൾ? പിന്നെ കോൺട്രവേഴ്സി ഉണ്ട് ആർക്കാ? നിത്യഹരിത പ്രസ്താവനകൾ അതവിടെ നടന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. നിത്യഹരിത പ്രസ്താവനകൾ ആദ്യം പുറപ്പെടുവിച്ചത് പ്രതിപക്ഷ നേതാക്കളൊന്നുമല്ല, കെ മുരളീധരനും ചീഫ് വിപ്പും പാലോട് രവിയുമൊക്കെയാണ്. അവരൊക്കെ ഇപ്പോഴും UDF-ലും കോൺഗ്രസ് പാർട്ടിയിലുമൊക്കെ തന്നെ ഇല്ലേ? പാർട്ടി വിമർശനത്തിന് വല്ലതും പാർട്ടിയുണ്ടോ? പാർട്ടി അത് വിമർശനം പറയേണ്ട ആളുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എനിക്കത് കുഴപ്പമില്ലല്ലോ, അവരോടല്ലേ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. സ്പോർട്സിനകത്ത് പാർട്ടി അല്ലല്ലോ പ്രശ്നം. സ്പോർട്സിൽ ഇപ്പോൾ എല്ലാ ആളുകളും ചേർന്നല്ലേ സ്പോർട്സ്, അല്ലാണ്ട് കേരളത്തിൽ കോൺഗ്രസ് സ്പോർട്സും കമ്മ്യൂണിസ്റ്റ് സ്പോർട്സും ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഉണ്ട്, അതിനകത്ത് എല്ലാവരും ഉണ്ട്, നമുക്കൊന്നും ഒരു പ്രശ്നമല്ല. പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിയാൻ കഴിയില്ല. കാരണം അവരൊക്കെ തിരുവഞ്ചൂരിനെ സംശയനിഴലിൽ നിർത്തിയവരാണ്. എൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിൽ ഒരു ആക്ഷൻ ഇതിലുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? പറയട്ടെ. അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. വിമർശനം നടത്തിയിട്ടുള്ള ഒരാളും അത് പറഞ്ഞിട്ടില്ല. തിരുവഞ്ചൂരിനെ പറഞ്ഞിട്ടില്ല. അതവിടെ മാറ്റിവെച്ചാലും മറ്റെന്തൊക്കെ പറഞ്ഞു? ഉദാഹരണത്തിന് സ്റ്റേഡിയം പണി കഴിയാതെ കളി തുടങ്ങിയില്ലേ? പല സ്റ്റേഡിയങ്ങളും ഇപ്പോഴും പണിതീരാത്ത വീട് പോലെ കിടക്കുകയാണത്രേ. സ്റ്റേഡിയം എന്ത് സ്റ്റേഡിയം എന്ന് ചോദിച്ചു. എല്ലാവരും പറയുന്നു ഈ സ്റ്റേഡിയം മനോഹരാണെന്ന് പറയുന്നു. ഈ സ്റ്റേഡിയത്തിൽ ഓടിക്കളിക്കാനായിട്ട് കൊതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കായിക താരങ്ങളുണ്ട്. അപ്പോഴും നിങ്ങൾ ചോദിക്കുക എന്ത് സ്റ്റേഡിയം എന്ന്. എനിക്ക് അതിൽ നിന്നും ഒരു കുഴപ്പമില്ല. ഒരു തലപ്പന്ത് കളിക്കെങ്കിലും മത്സരത്തിൽ ഇറങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിനെ വിമർശിക്കട്ടെ. തലപ്പന്ത് കളി ഇല്ല നാട്ടുമ്പുറത്ത് ഈ ഓണക്കാലത്ത്, ഉറിയടി തലപ്പന്ത് കളി അത് നടത്തിയിട്ടുള്ള അതിൽ പങ്കെടുത്തവരെങ്കിലും ദയവായി വിമർശിക്കുക. അല്ലാതെ വിമർശനം നിത്യത്തൊഴിലാക്കി നടക്കുന്ന ആളുകൾ കയ്യിൽ കിട്ടുന്ന ആദ്യത്തെ ആയുധം ഒരു ഇരയെ തേടും, ഒരു തട്ടും. നമുക്കൊരു വിരോധമില്ല. ഞാൻ അവരെയൊന്നും നിയന്ത്രിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് CBI പോലുള്ള ചങ്ങായിമാർ വരുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അന്വേഷണം വന്നാൽ എന്തു ചെയ്യും? ഞാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഏത് അന്വേഷണത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിന് സന്തോഷമേ ഉള്ളൂ, എനിക്കതിലൊരു വിരോധവും ഇല്ല. ഏതന്വേഷണവും. നമ്പർ 2, ഏത് രൂപത്തിൽ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ടൊരു പ്രശ്നമില്ല. അങ്ങനെ കൈകഴുകാനൊന്നും പറ്റില്ല. ഉപ്പ് തിന്നവർ കൂട്ടത്തിലുണ്ടെങ്കിലോ? ഉപ്പ് തിന്നവരുണ്ടെങ്കിൽ വെള്ളം കുടിച്ചോട്ടെ. 2007 മുതൽ കിടക്കുന്ന കടൽ പോലെ കിടക്കുന്നതല്ലേ, അത് തിരക്കിക്കോട്ടെ. എനിക്കൊന്നും ഒരു പ്രശ്നവും ഈ കാര്യത്തെ സംബന്ധിച്ച് വിഷമവും ഇല്ല, വിരോധവും ഇല്ല, എതിർപ്പും ഇല്ല, ഒന്നുമില്ല. സംഗതി ഇങ്ങനെയൊക്കെ ആയിട്ടും പിടിപ്പുകേടിനെ കുറിച്ച് വാർത്തകൾ ഇപ്പോഴും വരുന്നുണ്ട്. ഈ കാണുന്ന വാർത്തയ്ക്കൊന്നും ഞാൻ മറുപടി പറയില്ല. ഞാൻ പറയേണ്ട മറുപടിക്ക് കാര്യത്തിന് ഞാൻ മറുപടി പറയാം. ആരെങ്കിലും രാവിലെ എഴുതി വെച്ചേച്ച് മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? അത് എഴുതിയ ആളുകൾ തന്നെ മറുപടി കണ്ടുപിടിച്ചോണം. അതിലൊന്നും നമുക്ക് ഉത്തരവാദിത്തമില്ല. ഒന്നിനും ക്യാപ്റ്റന് ഉത്തരവാദിത്തമില്ല. കൊള്ളാം. അതാണ് അന്വേഷണത്തെ പേടിയില്ല എന്ന് പറഞ്ഞത്. ഒന്നിനും മറുപടി പറയാതിരുന്നാൽ മതിയല്ലോ. അപ്പോഴും വിമർശനങ്ങളും ആരോപണങ്ങളും മാധ്യമങ്ങളിൽ നിറയുകയാണ്. കായിക രംഗത്തുള്ള ആളുകളുടെ ഇനിയെങ്കിലും ഇതുവരെ വിമർശിച്ച മാധ്യമങ്ങൾ ഒരു കരുണ കാണിക്കണം. നമ്പർ 1 ചെയ്യേണ്ടത് അതാണ്. നിങ്ങൾ എത്രയോ അവരെ ഇടം വലം തല്ലി. ഒരു ദിവസത്തെ പത്രം വായിച്ചിട്ട്, ചില പത്രങ്ങൾ വായിച്ചിട്ട് പുറത്തു പോയാൽ ഓടാൻ തോന്നും ആ കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ എന്ത് സംഭാവനയാണ് ഇതിനു വേണ്ടി ചെയ്തതെന്ന് ആലോചിക്കണ്ടേ? എന്ത് സംഭാവനയാണ് ചെയ്തത്?
വ്യക്തിവിരോധം തീർക്കുന്നത് പോലെ ഈ കാര്യത്തിൽ ചെയ്യാമോ? വളരെ കഷ്ടമായിപ്പോയി. ഒരു കാര്യം ഉണ്ടായിരുന്നു പണ്ട്, റൺ കേരള റണ്ണുമായിട്ട് ബന്ധപ്പെട്ട്. ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതവിടെ കൊണ്ട് തീർന്നില്ലേ? ഈ കായിക മേളയ്ക്കകത്ത് ഇതുമായിട്ട് ക്ലബ് ചെയ്യേണ്ട കാര്യം എന്തേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കാര്യത്തിനകത്ത് വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ്. ഈ കാര്യത്തിനകത്ത് 100% ട്രാൻസ്പെറൻസി ഉണ്ടാവണം. ആ ട്രാൻസ്പെറൻസി നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മളുടെ ഫണ്ട് ദുർവിനിയോഗം ഉണ്ടായാലും, തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിലും, കുറ്റം കാണിച്ചിട്ടുണ്ട്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ മതിയാകും. ഞാൻ ആ കാര്യത്തിനകത്ത് ഡബിൾ സ്ട്രോങ് സ്റ്റാൻഡുള്ള ആളാണ്. അപ്പോൾ തിരുവഞ്ചൂർ ഡബിൾ സ്ട്രോങ് ഉള്ള വെള്ളം കുടിക്കേണ്ടി വരും എന്നർത്ഥം. നമ്മൾ പോസിറ്റീവായിട്ട് ആലോചിക്കുന്നത്, വെറുതെ നെഗറ്റീവായിട്ട്, ഇത് നെഗറ്റീവായിട്ടായിട്ടല്ല, ഇത് വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചേ, വളരെ കറക്റ്റാണ്. പക്ഷേ 2011 ബജറ്റ് ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തെ ഏത് ഒരു സ്ഥാപനത്തിലാണ് 2011 എടുത്ത ബജറ്റ് അതിൽ ലിമിറ്റ് ചെയ്ത് ഒരു കാര്യം തീരുന്നത്? ഏത് സ്ഥാപനത്തിലാണ്? സ്വകാര്യ സ്ഥാപനങ്ങളാകട്ടെ, പുറത്തുള്ള സ്ഥാപനങ്ങളാകട്ടെ, സർക്കാരാകട്ടെ, അർദ്ധ സർക്കാരാകട്ടെ, ഏതുമാവട്ടെ, 2011 ഒരു ബജറ്റിനകത്ത് ഇത് തീരുന്നു എന്ന് പറയുന്ന വലിയ കാര്യമില്ലേ? അതിനകത്തൊന്നും വേറെ അതിനപ്പുറത്തോട്ട്. പിന്നെ മാത്രമല്ല, ഇതെല്ലാം ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. ജനങ്ങൾ അറിയണ്ടേ കാര്യങ്ങൾ? എല്ലാ കണക്കുകളും പറയാൻ വന്ന കൾച്ചറൽ കമ്മിറ്റിയുടെ ചുമതലയുള്ള സൂര്യ കൃഷ്ണമൂർത്തിയോട് തന്നെയാകട്ടെ ആദ്യത്തെ ചോദ്യം ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ച് തന്നെയാണ്. ലാലിസം മുതലുള്ള പരിപാടികൾ ഇത്രയധികം കുഴപ്പമുണ്ടാക്കാൻ പിടിപ്പുകേടല്ലേ കാരണം? ഇവിടെ കൃഷ്ണമൂർത്തി ഞാൻ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായി പറഞ്ഞാൽ അത് നാളെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കിയത്. എനിക്ക് ആ ശ്രമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ മനസ്സിലായി, എനിക്ക് ആ ശ്രമത്തെ ഞാൻ വളരെ സ്വാഗതം ചെയ്യുകയും ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടീമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് ട്രാൻസ്പെറൻ്റ് ആവട്ടെ, ഇത് ജനങ്ങളറിയട്ടെ. അതെ, നോ പ്രോബ്ലം. അദ്ദേഹത്തിൻ്റെ ലിമിറ്റുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു, ബസ് അതിനപ്പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലിമിറ്റുള്ളതല്ലേ പറയാൻ പറ്റും, അത് അദ്ദേഹം പറഞ്ഞു, അത് തന്നെ. അതാണ് പ്രശ്നം. സൂര്യ കൃഷ്ണമൂർത്തിയെ കാര്യം പറയാൻ അനുവദിക്കില്ല. എന്നാൽ എല്ലാം പഠിച്ചു വന്ന PK ജയലക്ഷ്മിയോടാകാം ചോദ്യം. അതൊരു ഇടവേള കഴിഞ്ഞ്. കൾച്ചറൽ മെഡൽ കമ്മിറ്റിയുടെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്ന കോപ്പിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും വിശദീകരിക്കുന്നില്ല. കാരണം ഇത് നന്നായിട്ട് ഞങ്ങളെല്ലാവരും ടീം വർക്കായിട്ട് ഇത് നന്നായിട്ട് ചെയ്തതുകൊണ്ട്